ഇങ്ങോട്ട് വാടാ. പെണ്ണിനെ അടിച്ചോണ്ട് എവിടാ രാജാ? തപ്പി എടുക്കണവനെ. പറയടാ, പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് ആരാണെന്ന്. ഞങ്ങളുടെ കോളനിക്കാരെ അനാവശ്യം പറയരുത്. ഞങ്ങൾ അത്രക്കാരല്ല. എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അഡീഷണൽ DGP സംഘം വന്ന് ചാടിയിരിക്കുന്നു. അവര് നമ്മുടെ ആൾക്കാരെ തല്ലുക. എന്താ കാര്യം എന്നറിയില്ല. ഏതായാലും ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ മോളെയും കൂടെ കണ്ട അയാൾ ഇല്ലാത്ത കഥകളുണ്ടാക്കും. പത്രോസേ, നീ മീരയും കൊണ്ട് വയ്ക്കോ. നിനക്ക് കാര്യമാണ് അല്ലടാ. എവിടെയാ കഴിവറവൻ? എന്താ സാർ പ്രശ്നം? താനെന്താ ഇവിടെ? ചുമ്മാ ഈ വഴി വന്നാണ് സാർ. ചേരിയിലെ ഏതോ ഒരു തെണ്ടി കഴിവറയുടെ മോൻ മന്ത്രി അവറാച്ചന്റെ അനിയൻ ആന്റണിയുടെ മോളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏതൊരാ ഏർപ്പാളി? നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അമേരിക്കക്ക് പോകേണ്ട പെണ്ണ. ഈ ചേരിയിൽ ഏതൊരു തെണ്ടിച്ചെറുക്കൻ അവളെ പുറകെ നടക്കാൻ നോക്കിയിട്ട് കുറെ നാളുകളായി. അവനെ പിടിച്ച് കുറെ ദിവസമായി ഞാൻ അവളെ പുറത്തിറക്കിയിട്ടില്ല. ഇന്ന് കോളേജിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ തട്ടിക്കൊണ്ട് പോയി. കാശിത്തള്ളയുടെ വീട്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു. വാടോ രാജാ. ഇങ്ങോട്ട് ഇറങ്ങി വേണ്ടി നായിന്റെ മോളെ. കുടുംബത്തിന്റെ മാനം കളയാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കാനല്ലേ നിന്നെ ഞാൻ. ഇവിടെ തല്ലിട്ട് എന്താ കാര്യം ആനപ്പാ? നമുക്ക് വേണ്ടത് അവനെയാ. ആരടി കാശി മുത്തശ്ശി? നീയാണോടി കാശി തള്ള? ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്നത്? സത്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നത് എനിക്കറിയില്ല സാറേ. അവർക്കറിയാടോ. രണ്ട് നല്ല പെട കൊടുക്ക്. കിളവി തത്ത പറയണ പോലെ പറയും. മര്യാദയ്ക്ക് പറഞ്ഞോ തള്ളേ. വയസ്സിയാണെന്ന് ഞാൻ നോക്കിയാലാ പറയാൻ. ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ സാറേ. ഞാൻ പോയില്ലായിരുന്നു. വേണ്ട, ഇപ്പോഴങ്ങോട്ട് പോണ്ട. ഈ നിൽക്കുന്ന ഏതെങ്കിലും നായിന്റെ മക്കൾക്ക് അറിയാവടാ ആ തെണ്ടി ആരാണെന്ന്? നേര് പറഞ്ഞില്ലെങ്കിൽ ചേരി അടിച്ച് നിരത്തി കളയും ഞാൻ. ആറ്റുവാക്കര കുടുംബത്തിൽ കയറി തന്തയ്ക്ക് പുറക്കാഴ് കാണിച്ചവൻ ആരാണേലും ശരി, അവന്റെ ശവം കൊണ്ടേ ഞങ്ങൾ പോവൂ. കണ്ണും പിടിച്ചത് കളഞ്ഞ വണ്ടി കയറി. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? പുല്ലേ, നിന്നെ കൊണ്ടേ ഞാൻ പോവൂ. രാജാ, പിടിച്ച് വണ്ടി കയറ്റടാ. അവളൊന്നും ചെയ്യരുത്. ഓഹോ, അപ്പൊ നീയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? മാനവും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ അടിച്ചോണ്ട് പോരും അല്ല മോനെ? സാർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ടു വന്നിട്ടില്ല. ഈ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഇവളുമായിട്ട് പ്രേമത്തിലാണോ? ആണോടാ? പറടാ. അതെ. ആറ്റുവാക്കര കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ ചെറ്റേ. അടിച്ച് കൊല്ലണ കോമസേവനെ. ഞാൻ തനിച്ചാ വന്നേ. എന്നെ ആരും തട്ടിക്കൊണ്ടു വന്നല്ല. ഇനി അവനെ തല്ലരുത്. ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ? ഇവനല്ല അവളെ തട്ടിക്കൊണ്ട് പോന്നു. ഓഹോ, ഇവനെ തൊട്ട തനിക്ക് നോവല്ലേ? എനിക്കറിയാം തന്റെ ബലത്തിലാ ഇവൻ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന്. ചേരിയിലെ തെണ്ടികൾക്ക് ഒരു പെണ്ണുകൂട്ടി കൊടുക്കാൻ തുടങ്ങിയതാണ്. സർ പ്ലീസ് പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. സാറ് പറഞ്ഞ പണി ഞാൻ ചെയ്യാറില്ല. പക്ഷേ എന്ത് പണിയെടുത്തും നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് പിമ്പ് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ബെലിറ്റിൽ മൈ സുപ്പീരിയർ. പ്ലീസ് പറ കൊച്ചേ, നീ എന്തിനാ തനി ഇറങ്ങി പോകുന്നത്? എനിക്ക് അപ്പൂനെ ഇഷ്ടമാണെന്ന് വെച്ച് ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാ വേണ്ടത്? ഞാനിന്ന് പോന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ അമേരിക്കക്ക് വിടുമായിരുന്നു. എനിക്ക് അപ്പൂനെ വിട്ടു പോകാൻ പറ്റില്ല. ഈ അപ്പു ആരാ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ കുട്ടി അവനെ ഇഷ്ടപ്പെട്ടത്? കിടക്കാൻ പട്ടുമത്തയും കഴിക്കാൻ സ്വർണ്ണത്തളയും പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുള്ള ഒരു വലിയ വീട്ടിലെ പെണ്ണാതി. അപ്പുവിന്റെ വീട്ടിൽ കിടക്കാൻ ഒരു പായ പോലും കാണില്ല. വിദേശ നിർമ്മിത സ്പ്രേയുടെ മണം പറഞ്ഞ നിനക്ക് ഈ ചേരിയിലെ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പലതും തോന്നും. പക്ഷേ ജീവിതം ആരംഭിക്കുമ്പോഴേ എന്റെ കയ്പ് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ ഇവരോട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. എല്ലാം സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ വന്ന്. എല്ലാരും ചേർന്ന് എന്നെ പറഞ്ഞയച്ച സത്യമായിട്ട് ഞാൻ ചത്തുകളയും. നീ ചത്താലും നിന്നെ കൊണ്ട് ഞങ്ങൾ പോകും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രായപൂർത്തി വന്നൊരു പെണ്ണാണ് അവള്. അവള് സ്വമേധ ഇറങ്ങി പോകുന്നതാണ്. ഇവിടെ നമുക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണിന്റെ തീരുമാനമാണ് പ്രധാനം. മിസ്റ്റർ രാമനാഥൻ, ഈ ചേരി കൂടി ഉൾപ്പെടുന്ന സിറ്റിയിലെ പോലീസ് കമ്മീഷണറാണ് നിങ്ങൾ. നിങ്ങളിപ്പോയി പറയുന്നതും കാണിക്കുന്നതും ചേരിയിലെ എംബോക്കികളുടെ നേതാവിനെ പോലെയാണ്. നിങ്ങളുടെ പൊസിഷനും ഡിഗ്നിറ്റിയും മറക്കുന്നു. തൽക്കാലം രാമനാഥൻ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. സോറി സർ,
ഈ കാര്യത്തിൽ സാറിനെ അനുസരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. പൊസിഷനും ഡിഗ്നിറ്റിയും പ്രസ്റ്റീജും ഒക്കെ പണക്കാർക്ക് മാത്രമല്ല സാർ, പാവപ്പെട്ടവർക്കും ഉണ്ട്. ചേരിയിൽ ജനിച്ചു പോയതുകൊണ്ട് ഇവർക്ക് ആത്മാഭിമാനവും അന്തസ്സും ഇല്ലെന്ന് ധരിക്കരുത്. അല്ല, ഇതൊന്നും സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പൂന്തുറക്കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചു വീണപ്പോ AC റൂമിൽ നിന്ന് ഇറങ്ങാത്ത സാറിന്റെ നീതിബോധം ഒരു SI അന്വേഷിക്കേണ്ട പെണ്ണ് കേസിൽ ഉണർന്നെണീറ്റ് എന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു ബറ്റാലിയൻ പോലീസുമായിട്ടുള്ള ഒരു കൊച്ചു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. സാർ, നമ്മൾ തമ്മിൽ ഗുസ്തി പിടിച്ച് കാക്കിക്കുപ്പായത്തിന്റെ വില കളയണ്ട. സാറിപ്പം മടങ്ങിപ്പോണം. നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ അന്തോണിച്ചൻ ആറ്റുവാക്കര മത്തായിച്ചന്റെ മോനാണെങ്കിൽ, മാമോദീസ വെള്ളം തലയിൽ വീണോനാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്റെ മോളെ കൊണ്ടേ പോകൂ. തടുക്കാൻ ചടങ്ങുകൾ തടുക്കണ. വാട്ട് ഈസ് യുവർ ഫൈനൽ ഡിസിഷൻ സർ? അന്തോണിച്ച, തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. താൻ ഇതെന്നതാ ഗോമസേ പറയുന്നേ? തിരിച്ചു പോകുന്ന ആനടിച്ചേട്ടാ നല്ലത്. തന്റെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കോളാം. താൻ ഇവരോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കണം. സർ. വാ അന്തോണിച്ച. കഴിവണമനെ സ്വന്തം അനുദിനെ പോലെ കരുതി എന്നെ നീ എസ്പേഡ് ഇടാൻ കൂലിയാക്കി നാടൻ കളിക്കായിരുന്നടാ. പേടി കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്തും. ഇവിടെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയും. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവനെയും അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ചാ മാത്രമേ നടക്കൂ. ഈ മുത്തശ്ശിയുടെ അപേക്ഷയത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ, അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. അതിപ്പോ എനിക്കുണ്ട്. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺപാണിവായത് കൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺവാണിപ്പല്ല. ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് ആരത്? തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് ആ അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല, ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് അയ്യേ, പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവളിന്ന് വന്നല്ലേ ഉള്ളൂ. ചേട്ടനടിച്ച് ഫിറ്റായ പട്ടിക്കഴിവറിയുവാനെ. നീ നോക്കണ്ട. നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരല്ല വീട്ടിലേക്ക് 2 ടോർച്ച് അടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ കഴിവറണോൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനെ കിടക്കപ്പുറത്തില്ലാത്തത്. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന്. മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല, മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഡെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴൻ രമണനും പോലെ, നയനാരി കരുണാകരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തന്നിത്തരോ ചെറ്റത്തരോ ഒന്ന് പറയാൻ പറഞ്ഞിട്ടല്ലേ എന്നെ തല്ലി. ഞാനെങ്ങനെ പറയണം? പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് നിന്ന് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ? അല്ല, അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടാന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മാനക്കേട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളാ ഞാൻ. ഒന്നും സംഭവിക്കില്ല. അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. ആ, പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം.
വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് ആക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, അല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിണ്ണേ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. എന്തിരിപ്പാ കുട്ടിയെ ഇത്? ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീയ്? എല്ലാം ഈശ്വരൻ നേരാക്കി തരും മോളെ. അപ്പു വന്നില്ലേ ഇതുവരെ? അവൻ രാമനാഥൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇത്തിരി ഇരുട്ടിട്ടാ വന്നത്. തിണ്ണേ തന്നെ കിടന്ന് ഉറങ്ങി, ഉണങ്ങിട്ടില്ല. മുത്തച്ഛി കോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ദാ ചായ കുടി. നീ എന്താ ഇവിടെ? എപ്പോഴാ ഇവിടെ കിടന്നേ? എന്തിനാ ഇവിടെ കിടന്നേ? അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കേണ്ടത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ? നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ല അപ്പൂന്. ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. കൊണ്ടുവാടാ അവിടെ. ഇല്ല. അയ്യോ, ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഏയ്, ഇതുവഴി പോയാ കാണും. അയ്യോ, അതുവഴി പോവല്ലേ. ഇങ്ങോട്ട് പോ. കട്ടിന്റെ അടി കയറിക്കോ. നിനക്കെന്താടാ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല? ഏയ്, എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ ഏയ്, നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തില്. അല്ല, അകത്ത്. എന്തേ അവള്? ഷേവ് ചെയ്യാ. ഷേവ്? അല്ല, പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ചേ? ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നമുണ്ട്. ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താടാ പ്രശ്നം? ബാത്റൂമിലാ. എന്നാ നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ? എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ? ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താടാ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലംസാ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ ഒരു പെണ്ണ് കട്ടിലടിക്കണമെന്ന് വിഷമിക്കുന്നുണ്ടാവല്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലിനടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എന്നിട്ട് പോകാൻ പറയണം അവളോട്. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം.